ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോഡ്സ് ബ്ലെസ് യു ഫ്രം ഡെത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ബിസിയായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കമൻറ്റ് ഒന്നും നോക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് നോക്കുന്ന ടൈമിന് കുറച്ച് സീരീസുകൾ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് സജഷൻ കിടക്കുന്ന കാണാറുണ്ട്. അതായത് മീ ആൻഡ് റിലീസ് ആകുമ്പോൾ ചെയ്യാമോ, അതുപോലെ തന്നെ സോമി വർക്ക് ചെയ്യാമോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ചെയ്യുന്ന പോയിട്ട് കാണാൻ പോലും പറ്റുന്ന സിറ്റുവേഷൻ അല്ല. എന്നെക്കൊണ്ട് തീരെ പറ്റുന്നില്ല. അത്രയും ടൈം കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തന്നേനെ. അല്ലെങ്കിൽ ഒന്നേ തന്നെ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പിടുന്ന പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ടേനെ. പക്ഷേ ഇപ്പോൾ കാണാൻ പോലും പറ്റുന്ന സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഞാനിത് അടുത്തെങ്ങാനും ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അടുത്ത വർഷം മാർച്ച് കഴിയുന്നവരെ ഞാൻ ഭയങ്കരമായിട്ട് ബിസിയായി പോകുമായിരിക്കും. ഇപ്പോൾ തന്നെ എനിക്ക് മൺഡേ തൊട്ട് പുതിയൊരു എക്സാം തുടങ്ങാണ്. ആ എക്സാം തീർന്നിട്ട് വരുന്ന എക്സാമിനുള്ള ടൈം ടേബിളും എനിക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഓൾറെഡി തുടങ്ങി വെച്ച സീരീസിൻ്റെ എപ്പിസോഡ്സ് റിലീസാവുന്നതനുസരിച്ച് ഇട്ട് പോകാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. പുതിയ സീരീസൊക്കെ കണ്ടു തുടങ്ങാൻ പോലും പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മീ ആൻഡ് ദി ഇപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന ടൈം ഈ ഒരു ദിവസം തന്നെയാണ് റിലീസാവുന്നത്. ചെയ്യണമെന്നുണ്ട്, കാണണമെന്നുണ്ട്, എന്നാൽ പറ്റത്തില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫോൺ എടുത്ത് നോക്കാൻ പോലും ടൈം കിട്ടത്തില്ല. അത്രയും വർക്കും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. എന്തായാലും ചെയ്യത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഫ്രീ കിട്ടുന്നൊരു മൊമെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സീരീസൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് നേരെ എന്തായാലും എപ്പിസോഡിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് തുപ്പിപ്പോൾ സിങ്ങിൻ്റെ റൂമിൽ ഇരുന്നിട്ട് ഒരു പേപ്പർ എടുത്ത് വെച്ച് പടം വരയ്ക്കുന്നതാണ്. പടം വരച്ച് കഴിഞ്ഞ് നോക്കുന്ന ടൈമിലാണ് ആ പേപ്പറിൻ്റെ അപ്പുറത്തെ വശത്ത് എന്തോ എഴുതിയിരിക്കുന്നതും അത് റിപ്പോർട്ട് എന്തോ ആണെന്ന് അവന് മനസ്സിലാവുന്നത്. അവനതങ്ങനെ വായിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് സിങ്ങിൻ്റെ അശ്രദ്ധ കാരണമാണ് ആ ഒരു സസ്പെക്റ്റ് മരിച്ചുപോയത്. അതിനാൽ തന്നെ സിങ്ങിനെ ആ ഒരു പൊസിഷനിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വായിക്കുമ്പോഴത്തേക്കും എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ തുപ്പിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം സിങ് കമാൻഡറും കിങ്ങുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരായിരുന്നു. അവനെ വെയിറ്റ് ചെയ്ത് പുറത്ത് ക്യാപ്റ്റൻ നിൽക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ പറയുന്നതുമായിട്ട് യോജിച്ച് പോകാനായിട്ട് കമാൻഡർ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്കാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് കേസ് അന്വേഷിക്കുന്നത് തൽക്കാലം നിർത്തി വെക്കാമെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല പറ്റില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു കേസ് ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വിക്ടിമിൻ്റെ വീട്ടിലേക്ക് പോയി നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ നേരെ അവൻ്റെ ഓഫീസ് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ടൈമിൽ തുപ്പ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. തുപ്പിൻ്റെ അടുത്ത് നമുക്ക് അടുത്തൊരു സ്ഥലം വരെ പോകണം, അടുത്ത വിക്ടിമിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ തുപ്പാണെങ്കിൽ, ഇല്ല ഞാൻ വരുന്നില്ല, ഞാനിവിടെ ഇരുന്നോളാം, എനിക്ക് നിങ്ങളെ ശല്യം ചെയ്യാൻ താല്പര്യമില്ല, പോയിട്ട് വരാൻ പറയുമ്പോൾ സിങ്ങാണെങ്കിൽ, അല്ല നീയല്ലേ ഞാൻ അടുത്തില്ലെങ്കിൽ പ്രേതത്തിനെ കാണും, എൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ അടുത്ത് നിൽക്കാനായിട്ട് വിളിക്കുമ്പോൾ നീയാണെങ്കിൽ മാറി മാറി നിൽക്കാനായിട്ട് നോക്കുകയാണോ, സംസാരിച്ചുകൊണ്ടിരിക്കാതെ കൂടെ എഴുന്നേറ്റ് വരാൻ പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് സെയിനെയും ഡറിനെയാണ്. ഇപ്പോൾ സെയും ഡറിനും കഴിഞ്ഞ ദിവസം നൈറ്റ് ഒരുമിച്ച് സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ ഡറിനാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് സെയിനോട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ വർക്കിന് വരുന്നില്ല, ഞാൻ ലീവ് എടുത്തോട്ടെ, ഓഫീസിലേക്ക് പോകുമ്പോൾ അതൊന്ന് പറഞ്ഞേക്കാനായിട്ട്. എന്നാൽ ചെയ്യാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇന്ന് കിടന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇന്ന് നമുക്ക് ഒരുപാട് വർക്കുണ്ട്, പല ഹോസ്പിറ്റലിൽ പോയിട്ടും കേസിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണമെന്ന് പറയാണ്. അങ്ങനെ ഡറിനാണെങ്കിൽ ഓക്കെ എങ്കിൽ പിന്നെ നീ പൊക്കോ, നമുക്ക് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ആയിട്ട് ഇനി അടുത്ത് ഹോസ്പിറ്റലിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സേവ് വന്നിട്ട് ഡറിൻ്റെ ഷർട്ടിൻ്റെ കോളറൊക്കെ നോക്കിയാക്കി കൊടുക്കുന്നുണ്ട്. ആ സമയം ഡറിൻ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ മുമ്പത്തെ പോലെ ലവേഴ്സ് ഒന്നും അല്ല, അതുകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ ബാക്ക് റെഡിയാക്കാനായി പോകുന്നുണ്ട്. ഇതേ സമയം സേയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. അതവൻ്റെ ഫ്രണ്ടായിരുന്നു. ഫ്രണ്ട് കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇന്ന് നൈറ്റ് നീ ഒരു പാർട്ടിക്ക് വരണം, പാർട്ടിയിലോട്ട് നിൻ്റെ ടൈപ്പായിട്ടുള്ള കുറേ ആൾക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്, നിനക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടും, നിനക്ക് പുതിയൊരു ലവറിനെ കിട്ടും, വരണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ സേയുടെ ഫ്രണ്ടാണെങ്കിൽ, അതെന്താ നീ ഇപ്പോഴും നിൻ്റെ എക്സിനെയാണോ സ്നേഹിക്കുന്നത്, എന്തായാലും നീ വന്നേ പറ്റും, നമുക്ക് നൈറ്റ് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കോൾ കട്ടിയുന്നുണ്ട്. ആ സമയം സേ ആണെങ്കിൽ ഡറിനെ തന്നെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും ഡറിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ അപ്പാർട്ട്മെൻറ്റിൻ്റെ ലോഞ്ചിലായിട്ട് ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് കിങ് ഇരിക്കുന്നുണ്ടായിരുന്നു. കിങ്ങിനെ കാണുമ്പോൾ സേയിൻ്റെ അടുത്ത് ഡറിൻ ചോദിക്കുന്നുണ്ട്, നീയാണോ അവനെ വിളിച്ചു വരുത്തിയെന്ന്. സേ അപ്പോൾ അല്ല താനല്ല വിളിച്ചതെന്ന് പറയുന്നുണ്ട്. കിങ് അത് കേൾക്കുന്നുണ്ടായിരുന്നു. കിങ് അതുകൊണ്ട് എഴുന്നേറ്റെന്ന് പറയുന്നുണ്ട്, എന്നെ സേ അല്ല വിളിച്ചത്, ഇന്നല്ലെങ്കിൽ സേനെ കാണാൻ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഇല്ല, അപ്പോൾ എനിക്ക് തോന്നി അവൻ ഇവിടെ കാണുന്നു, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വീണ്ടും ഒന്നിച്ചോ, നിങ്ങൾ വീണ്ടും ലവേഴ്സ് ആയോ എന്ന്. ആ ടൈമിൽ ഡറിനാണെങ്കിൽ, അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, പിന്നെ നിനക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇല്ല, ഞങ്ങൾ ഒന്നിച്ചിട്ടില്ല, ഇനി ഒന്നിക്കാനും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും സേക്ക് ചെറിയൊരു സങ്കടം വരുന്നുണ്ട്. സേ എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാം പഴയതുപോലെ തോന്നുന്നു എന്ന് മാത്രം, അല്ലാതെ വേറൊന്നും ഇല്ല എന്ന് പറയാണ്. ആ ടൈമിന് കിങ് ആണെങ്കിൽ, എല്ലാം പഴയതുപോലെ ആവുന്ന പോലെ തോന്നുന്നു, മുമ്പത്തെ പോലെ തന്നെ ഞാനും നിങ്ങളും സിങ്ങും എല്ലാം തന്നെ ഒരുമിച്ച് ഒരു കേസിൽ വന്നിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ സേ ആണെങ്കിൽ, പക്ഷേ ഒന്നും പഴയതുപോലെ അല്ല, ഞാൻ പറഞ്ഞല്ലേ എല്ലാം പഴയതുപോലെയാണെന്ന് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഒന്നും പഴയതുപോലെ അല്ല, ഇനി ആവാനും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാനിവിടെ ഓട്ടോപ്സി റിപ്പോർട്ടോ ഒന്നും ചോദിക്കാനായിട്ട് വന്നതല്ല, മറ്റൊരാവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ സിങ് കൂടെ താമസിപ്പിച്ചിരിക്കുന്ന ഒരു പയ്യനില്ലേ, ആ പയ്യൻ ശരിക്കും ആ ഒരു കേസിലെ വിറ്റ്നസ് മാത്രമാണോ അതോ മറ്റെന്താണുള്ളത്, നിങ്ങളതെനിക്ക് സത്യമായിട്ട് തുറന്ന് പറയണം, ഞാൻ ആകെ ഒരിക്കൽ മാത്രമേ ചോദിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ എന്ത് സംസാരിച്ചും നമ്മൾ കാണിക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് സിങ്ങിനെയും തുപ്പിനെയാണ്. അവർ ആ ഒരു കേസിൽ മരിച്ചുപോയ 7 പേരിൽ അടുത്ത ഒരു വിക്ടിം, ആളുടെ പേര് തീ എന്നാണ്,
സോ തീയുടെ വീട്ടിലേക്ക് ഇപ്പം അന്വേഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ തീയുടെ നെയ്ബറിനെയും അവിടുത്തെ വില്ലേജ് ഹെഡിനെയും ഇവരെത്തുന്നതിന് മുന്നേ തന്നെ ക്യാപ്റ്റനൊക്കെ അവിടെ എത്തിയിട്ട് വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് തീയുടെ വൈഫ് കുറച്ച് നാൾ മുന്നേ മരിച്ചു പോയതാണ്, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്. അതിനുശേഷം അയാൾ അങ്ങനെ ആരുടെ സംസാരിക്കാറൊന്നുമില്ല, എപ്പോഴും ദൈവചിന്തയോടെ ഇങ്ങനെ നടക്കുന്ന ഒരാൾ മാത്രമായിരുന്നു, എല്ലാവരും ഇങ്ങനെ അവോയ്ഡ് ചെയ്തു വരുന്ന അയാൾ ഉണ്ടായിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം ഇവർ വീടിൻ്റെ അകത്ത് കയറി അന്വേഷിക്കാനായി തുടങ്ങുന്നുണ്ട്. ആ സമയം തുപ്പിനെ അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് സിംഗ് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ സിംഗും മറ്റു പോലീസുകാരും വീടിനകം പരിശോധിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇതേസമയം തുപ്പ് വീടിൻ്റെ സൈഡിൽ തന്നെയുള്ള ഊഞ്ഞാല് പോലെ ആട്ടാൻ പറ്റുന്നൊരു ബെഞ്ച് അതിലോട്ടേക്ക് ചെന്നിരിക്കുന്ന ടൈമിൽ എന്തോ അവൻ്റെ അടുത്തുള്ളതുപോലെ ഒരു ഫീൽ വരുന്നുണ്ട്. അവൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഒരു ആത്മാവിനെ അവന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പേടിച്ചിട്ട് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. അവൻ നേരെ വീടിൻ്റെ അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ അവനെ കാണുമ്പോഴത്തേക്കും സിംഗ് ചോദിക്കുന്നത് എന്ത് പറ്റിയെന്ന്. തുപ്പ പോകും, ഞാനടുത്ത് ബാത്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയം സിംഗ് ആണെങ്കിൽ അന്വേഷിച്ച് വീടിൻ്റെ ബാക്ക് സൈഡിലും എന്തോ എത്തിയിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ വിക്ടിമിൻ്റെ വീട്ടിൽ പോയപ്പോൾ എങ്ങനെയാണോ കുറേ പൂജയുടെ സെറ്റപ്പ് എല്ലാം കണ്ടത്, അതേപോലെ തന്നെ ഇവിടെ മരത്തിൻ്റെ അറ്റത്തായിട്ട് ഒരു പൂജയുടെ സെറ്റപ്പ് കാണുന്നുണ്ട്. അവിടെ നിന്നാണെങ്കിൽ ഒരുപാട് ഈച്ചകൾ പറക്കുന്ന പോലെയും തോന്നുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതൊക്കെ കമ്പിട്ട് അവിടുത്തെ മണ്ണ് നീക്കി നോക്കുമ്പോൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എന്തൊരു സംഭവം കുഴിച്ചിട്ടേക്കുന്ന അവന് കാണാൻ പറ്റുന്നുണ്ട്. അവനതങ്ങനെ തുറന്നു നോക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതേസമയം വീണ്ടും തുപ്പിനെ കാണിക്കുകയാണെങ്കിൽ അവൻ വാഷ്റൂമിലേക്ക് പോയി അവൻ്റെ മുഖമൊക്കെ കഴുകുന്നുണ്ട്. എന്ന് അവൻ്റെ പുറൽ എന്തോ ഉള്ളതുപോലെ അവന് തോന്നുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോൾ ഒന്നിനെയും കാണുന്നില്ല. അങ്ങനെ അവൻ വീണ്ടും മുഖം കഴുകാനായി തിരിയുമ്പോഴത്തേക്കും പൈപ്പിൽ നിന്ന് വെള്ളത്തിന് വരെ ബ്ലഡ് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ടൈമിൽ അവനാണെങ്കിൽ ഈ ഒരു വീടിൻ്റെ ഓണറായ ആ ഒരു വിക്ടിമായിട്ടുള്ള തീയുടെ പ്രേതത്തിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അയാൾ എങ്ങനെയാണോ മരിച്ചത് ആ ഒരു രൂപത്തിലായിരുന്നു അയാൾ നിൽക്കുന്നുണ്ടായിരുന്നത്. അതായത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വിക്ടിംസിൻ്റെയും ചുണ്ടുകളും കണ്ണുകളും എല്ലാം തന്നെ ഇങ്ങനെ തുന്നിക്കെട്ടിയതുപോലെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാളുടെ ചുണ്ടും ഇങ്ങനെ തുന്നിക്കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചിട്ട് അയാളിങ്ങനെ എന്തോ ഒരു സംഭവം വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഇവനെ കണ്ണാടി കൂടെ നോക്കുമ്പോഴത്തേക്കും അത് രണ്ട് പാവകളായിരുന്നു. ഒന്ന് ഒരു ആനയുടെ തലയും മറ്റത് അതുപോലെ തന്നെ വരുന്ന മറ്റെന്തോ ഒരു സംഭവം കൂടെയാണ്. അത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അവൻ ഇതെല്ലാം തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇയാൾ വൊമിറ്റ് ചെയ്ത് കഴിയുന്ന ആ ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് തന്നെ എവിടേക്കോ എന്തൊക്കെയോ മന്ത്രങ്ങൾ നടക്കുന്നതായിട്ട് ഇങ്ങനെ പെട്ടെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് മറ്റൊരു സ്ത്രീയുടെ ആത്മാവ് വന്നിട്ട് ഈ ഒരു തീ എന്ന് പറഞ്ഞ അയാളുടെ ആത്മാവിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. അത് പിടിച്ചുകൊണ്ട് പോകുന്നത് ആ ഒരു ബാത്റൂമിൽ തന്നെയുള്ള ബാട്ടബിൻ്റെ അകത്തൂടെ ആയിരുന്നു. ഈ ബാട്ടബ് ഫുള്ളി ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ നിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അയാളെ ഇങ്ങനെ കൊണ്ടുപോയതിന് ശേഷം ഈ ഒരു സ്ത്രീയുടെ ആത്മാവ് തുപ്പിൻ്റെ അടുത്തേക്ക് പതുക്കെ വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. തുപ്പ് പേടിച്ചിട്ട് സിംഗിനെയൊക്കെ ഉറക്കെ കിടന്ന് വിളിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഒരു ആത്മാവിനെ കാണുന്നില്ല. എന്നാൽ വീണ്ടും നോക്കുന്ന ടൈമിന് അത് അതിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ വല്ലാണ്ട് പേടിച്ചു പോകുന്നുണ്ട്. അവനോട് കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. പിന്നീട് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് സിംഗ് അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഒന്നുമില്ല, പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നതാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അവനങ്ങനെ പറയുന്നുണ്ട് താനാണെങ്കിൽ രണ്ട് ആത്മാക്കളെ കണ്ടു. ഒന്ന് സ്ത്രീയുടെയാണ്, അതിനെ താൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ഒരു വീടിൻ്റെ ഓണറായിട്ടുള്ള ആ ഒരു വിക്ടിമായിട്ടുള്ള തീയുടെ ആത്മാവിനെയാണ് കണ്ടത്. ആ ഒരു സ്ത്രീയുടെ മുഖം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ വായാണെങ്കിൽ അവരുടെ ചെവിയുടെ അതുവരെ കീറിയൊരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു തീയിനെ കണ്ട സമയത്ത് അയാളാണെങ്കിൽ രണ്ട് പാവകൾ ഛർദ്ദിച്ചു. അതും ഒന്നൊരു ആനയുടെ ഷേപ്പിലുള്ളത്, പിന്നെ മറ്റൊന്ന് എന്തോ പോലെ സംഭവം അവൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സിംഗ് ഷോക്കാവുകയാണ്. കാരണം ആ ഒരു മണ്ണിൻ്റെ അടിയിൽ നിന്ന് അവന് കുറച്ച് മുന്നേ കിട്ടിയ ഒരു സംഭവം ആ ഒരു പൊതിക്കകത്തുണ്ടായിരുന്നത് ഇപ്പോൾ തുപ്പ് പറഞ്ഞ എക്സാക്ട്ലി അതേ രണ്ട് പാവകളായിരുന്നു. അതാണെങ്കിൽ അവൻ കയ്യിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുപ്പിനെ കാണിച്ചിട്ട് ഇതാണോ നീ കണ്ട പാവകളെന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ്, ഇപ്പോൾ മനസ്സിലായില്ലേ, ഞാനൊന്ന് ഇമാജിൻ ചെയ്യുന്നതല്ലാന്ന്, എല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇവരുടെയും നേരെ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ക്യാപ്റ്റനും പിന്നെ തുപ്പും സിംഗും കൂടെ ആയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് പോയ ഒരു ട്രാൻസ്ജെൻഡർ വിക്ടിം അവരുടെ വീട്ടിൽ നിന്ന് പാവ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഇതേ എക്സാക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തുപ്പിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോന്ന്. ആ സമയം പറയുന്നുണ്ട് ഇത് പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു തുണി അതാണെങ്കിൽ അമ്പലങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒന്നാണ്. ഇനി ഈ പാവേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന ടൈമിന് ഒരു പൂജ പോലെ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. കുറച്ച് പേര് വിശ്വസിക്കുന്നത് ഈ ഒരു പാവ ഉണ്ടെങ്കിൽ ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് എനർജി കൊടുക്കുന്ന എന്നാണെന്നാണ്. എന്നാൽ കുറേ ആൾക്കാർ വിചാരിക്കുന്നത് ഈ പാവ നെഗറ്റീവ് എനർജി കൊടുക്കുന്ന ഒന്നാണെന്നാണ്. ഞാൻ ജനിച്ച ടൈമിനും എൻ്റെ നോക്കിയിരുന്ന ആ ഒരു സന്യാസി അയാൾ ഇതേപോലൊരു പാവ ഞാൻ ജനിച്ച സമയത്ത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പാവയാണെങ്കിൽ ഒരു അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കത്തില്ല. കാരണം അത് കാരണം ദോഷം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരാളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വല്ല പൂജ ചെയ്യുന്ന സ്ഥലങ്ങളോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ഒരിടവും ഇങ്ങനെ ഇത് കൈ കൊടുത്ത് വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സിംഗാണെങ്കിൽ ഈ ഒരു പാവയാണെങ്കിൽ ഇവരെ കൈ വന്നിട്ടുണ്ട്, ഇതെങ്കിൽ ഒരാൾ വീടിൻ്റെ പുറകിൽ കുഴിച്ചിട്ടിട്ടുണ്ട്, ഏതെങ്കിലും പൂജ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം തുപ്പ് ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരാൾ മേ ബി ശപിക്കപ്പെട്ടതായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇയാൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തത്, ആരെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ശാപം കൊടുത്താണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സമയം സിംഗിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പാവാറിന് അയാൾക്ക് ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ.
അതുകൊണ്ട് അവനിതിങ്ങനെ സീരിയസ് ആക്കി എടുക്കുന്നില്ല. അത് കണ്ടിട്ട് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഇല്ല ഇതൊക്കെ നടക്കാനൊരു ചാൻസ് ഉണ്ട്, ബ്ലാക്ക് മാജിക് എല്ലാം ഇങ്ങനെ നടക്കുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. സിംഗ് അപ്പോൾ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇവിടെ അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലം ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോയെന്ന് അന്വേഷിക്കാനായിട്ട് ക്യാപ്റ്റനോട് പറയുന്നുണ്ട്. ക്യാപ്റ്റൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ടൈമിന് ഇവരടുത്ത് സംസാരിക്കാനായിട്ട് കിങ് വരുന്നുണ്ട്. കിങ് വന്നിട്ട്, നിങ്ങൾ കേസ് അന്വേഷിക്കുകയാണോ, എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തതെന്ന് വെച്ചപ്പോൾ, നിന്നെ വിളിച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറ്റാളിനെ കിട്ടത്തില്ലല്ലോ, ഞാനിവിടെ എൻ്റെ ജോലി ചെയ്യുന്നു എന്ന് തിരിച്ച് സിംഗ് പറയുന്നുണ്ട്. ആ ടൈമിന് കിങ്, എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ജോലി ചെയ്താലും പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ, എനിക്കാണെങ്കിൽ തുപ്പിനെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് സിംഗ് സമ്മതിക്കുന്നില്ല. എന്നാൽ തുപ്പ് കുഴപ്പമില്ലെങ്കിൽ നിങ്ങളോട് വരാമെന്ന് പറയുന്നുണ്ട്. സിംഗിനോടും പ്രശ്നമൊന്നുമില്ല ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തുപ്പ് കിങ്ങിൻ്റെ കൂടെ ഇൻട്രോഗേഷൻ റൂമിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. അതിനുശേഷം സേയിനെയും ഡറിനെയും ഒന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു സീനിൽ ഇപ്പോൾ സേയാണെങ്കിൽ ഡറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒഴുകി മാറി നിൽക്കുകയാണ്. കാരണം ഡറിനാണെങ്കിൽ നേരത്തെ കിങ്ങിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇനി വീണ്ടും ഒന്നിക്കാനൊന്നും പോകത്തില്ല എന്ന്. അങ്ങനെ ഇപ്പോൾ സേയാണെങ്കിൽ ഡറിനോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് ചോദിക്കുന്നില്ല, നീ നേരത്തെ പറയാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അതോ ചുമ്മാ പറഞ്ഞതാണോ. അപ്പോൾ ഡറിനപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും സീരിയസ് ആയിട്ടേ പറയുള്ളൂ, നിനക്ക് നന്നായിട്ട് അറിയാനുള്ള കാര്യമല്ലേ നീ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഡറിൻ അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്, ഇന്ന് രാത്രി നീ എൻ്റെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന്. സേയപ്പോൾ ഇല്ല തനിക്ക് വേറെ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് ഡറിനെയും ഹേർട്ട് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഇപ്പോൾ തുപ്പും പിന്നെ കിങ്ങും കൂടെ ആയിട്ട് ഇൻട്രോഗേഷൻ റൂമിലേക്ക് വന്നിരിക്കുന്നതാണ്. അവിടെ ചെന്ന് അവർ സംസാരിച്ച് തുടങ്ങുന്ന ടൈമിൽ സിംഗ് ആണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഡൗട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു റൂമിൻ്റെ പുറത്ത് തന്നെ ഒന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം കിങ് ആണെങ്കിൽ നീയും സിംഗും ഭയങ്കര ക്ലോസ് ആണെന്ന് തോന്നുന്നല്ലോ, നീ ശരിക്കും ഈ കേസിലെ വിറ്റ്നസ് തന്നെയാണോ, നീയാണ് ഇത് ചെയ്തതെന്നൊക്കെയാണ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര വട്ടം ചോദിച്ചാലും എനിക്കൊരൊറ്റ മറുപടി മാത്രമേ തിരിച്ച് പറയാനുള്ളൂ, ഞാനല്ല ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് കിങ് ആണെങ്കിൽ ആക്ച്വലി ഞാൻ മറ്റ് പോലീസുകാർ ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാനല്ല വിളിച്ചത്, മറ്റൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവർ പറയുന്ന പോലെ നിനക്ക് ശരിക്കും പ്രേതങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നീ കേസിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നതെന്ന് വെച്ചപ്പോൾ അതിനും അതേന്നും പറയുന്നുണ്ട്. ആ സമയം കിങ് ചോദിക്കുന്നുണ്ട്, അല്ല എന്തുകൊണ്ടാണ് സിംഗ് നിന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നത്, നിങ്ങൾ എന്താണ് ക്ലോസ് ആയത് എന്ന് ചോദിക്കുന്നുണ്ട്. തുപ്പപ്പോൾ അതും ഈ കേസും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഇങ്ങനെ തിരിച്ച് ചോദിക്കുകയാണ്. അങ്ങ് അതിന് മറുപടി കൊടുക്കാതെ അവൻ ചോദ്യത്തിന് ഉത്തരം കിട്ടാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അതോടെ ഒരു തുപ്പ് പറയുന്നുണ്ട്, എനിക്ക് സിംഗിൻ്റെ കൂടെ ഉള്ളപ്പോൾ മാത്രം ഈ പ്രേതങ്ങളെയൊന്നും കാണാൻ പറ്റുന്നില്ല, എന്നെ സിംഗ് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്, പിന്നെ എന്നെയാണെങ്കിൽ കേസിൽ കള്ളപ്രതി ആക്കാതിരിക്കാനും എന്നെ സംരക്ഷിക്കാറുണ്ടെന്നിങ്ങനെ പറയാണ്. പിന്നെ പോലീസുകാർക്ക് കറക്റ്റ് ടൈമിന് പ്രതിനെ കിട്ടിയില്ലെങ്കിൽ എന്നെ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് കിങ് പറയുന്നുണ്ട്, പക്ഷേ നീ സിംഗിനെ വിശ്വസിക്കുന്നത് അത്ര നല്ലതല്ല, അവൻ എന്തിനാണ് നിന്നെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാവോ, എങ്കിൽ മാത്രമേ അവൻ പറയുന്നില്ല നീ അനുസരിക്കത്തുള്ളൂ, ലാസ്റ്റ് നിന്നെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. മുമ്പ് തന്നെ അവൻ കാരണം ഒരു സസ്പെക്റ്റ് മരിച്ചു പോയിട്ടുണ്ട്, അവൻ വീണ്ടും അത് ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ നിനക്കിപ്പോൾ വാണിംഗ് തരുന്നത്, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് നിനക്ക് എന്തറിയാമെങ്കിലും നീ എന്നോട് വന്ന് പറയണം. പിന്നെ നിനക്ക് പ്രേതങ്ങളെ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം അതാണെങ്കിൽ ഞാനാണെങ്കിൽ തെറ്റാണെന്നൊന്നും അല്ലെങ്കിൽ കള്ളത്തിലാണെന്നൊന്നും പറയുന്നില്ല, കാരണം ഈ കേസ് നോർമലായിട്ടുള്ള ഒന്നല്ലാതെ എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നും പറയുന്നുണ്ട്. ആ ടൈമിന് സിംഗ് റൂമിൻ്റെ അകത്തോട്ട് ഇടിസ്ഥാനിൽ കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയ്ക്ക് ചോദിക്കാനായിട്ട് എന്താണുള്ളത്, നീയാണെങ്കിൽ ഓൾറെഡി തന്നെ ഞാനവൻ ഇൻട്രോഗേറ്റ് ചെയ്തതിൻ്റെ ഫയൽ വായിച്ച് കാണില്ല, പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ലെന്ന്. ആ ടൈമിൽ കിങ് എന്ന് വെച്ച് ഞാൻ ചോദിച്ചെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സേയാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട് വിളിച്ചതനുസരിച്ച് ആ ഒരു പാർട്ടിക്ക് പോകുന്നതാണ്. അവിടെ ചെന്നിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യുന്നില്ല, തനിക്ക് വേണ്ട, തനിക്ക് വർക്കൊക്കെ ഉണ്ടെന്ന് അവിടെയുള്ള അവൻ്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. ആ ടൈമിന് മറ്റൊരു പയ്യൻ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഞാൻ തനിക്ക് വൈൻ ഒഴിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വൈൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു പയ്യൻ ചെറുതായിട്ട് ഇവനായിട്ട് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ തന്നെ പെരുമാറുന്നുണ്ട്. ഇതേസമയം ഡയറനെ കാണിക്കുകയാണെങ്കിൽ അവൻ വീട്ടിൽ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ദേഷ്യം വന്ന് ഫോൺ മാറ്റി വെച്ചിട്ട് അവനോട് ഇരിക്കുന്നുണ്ട്. ആ സമയം ആരോ ഡോറിൽ നോക്ക് ചെയ്യുന്ന സൗണ്ട് ഇട്ടിട്ട് അവൻ പോയി നോക്കുന്നത്. ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അത് സേ ആയിരുന്നു. സേ ആണെങ്കിൽ നന്നായിട്ട് ഡ്രിങ്ക് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സേ പറയുന്നുണ്ട് താൻ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന്. അങ്ങനെ അതും പറഞ്ഞാൽ സോഫയിൽ ചെന്ന് കിടക്കുമ്പോൾ ഡറിനാണെങ്കിൽ ഫസ്റ്റ് പോയി കുളിച്ചിട്ട് നീ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ സേ ആണെങ്കിൽ താൻ ഇങ്ങനെ തന്നെ കിടക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അവൻ ഉറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഡറിൻ അവൻ്റെ കണ്ണാടിയൊക്കെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്, ഷൂ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്, അവൻ്റെ ദേഹമൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് അവനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അത് കാണിക്കുന്നത് സിംഗും തുപ്പും തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ്. വന്നോടനെ തന്നെ സിംഗ് ചോദിക്കുന്നത്, കിങ് ആണെങ്കിൽ നിന്നെ ഇൻട്രോഗേറ്റ് ചെയ്തപ്പോൾ നിന്നിട്ട് എന്തൊക്കെ ചോദിച്ചു എന്നാണ്. ആ ടൈം അവൻ പറയുന്നുണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് കേസിൻ്റെ കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ, വേറൊന്നും ചോദിച്ചില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ സിംഗ് ആണെങ്കിൽ കള്ളം പറയല്ലേ, അവൻ ശരിക്കും എന്താ ചോദിച്ചതെന്ന് ഇങ്ങനെ വീണ്ടും പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സിംഗിനെ കുറിച്ച് കിങ് എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം തന്നെ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു റിപ്പോർട്ട് പേപ്പർ ഇപ്പോൾ തുപ്പ് കണ്ടത് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കാരണം ശരിക്കും ഒരു സസ്പെക്റ്റ് മരിച്ചു പോയിട്ടുണ്ടോയെന്ന്. ആ സമയം പറയുന്നുണ്ട്, ആ ശരിയാണ്, അതൊക്കെ ശരിയാണ്, മരിച്ചു പോയിട്ടുണ്ട്, ഞാൻ കാരണം ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഏതോ ഒരു കേസിൽ ഒരുമിച്ച് സിംഗും കിങ്ങും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സസ്പെക്റ്റ് ആയിട്ട് ഒരാളെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അയാളപ്പോൾ പറയുന്നുണ്ട് താനൊന്നും ചെയ്തിട്ടില്ല എന്ന്. ആ സമയം എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളെ ആ ഒരു റൂമിൽ ഇൻട്രോഗേറ്റ് ചെയ്യാനായിട്ട് ഇരുത്തിയിട്ട് ഇവരങ്ങ് പുറത്തേക്ക് പോവാണ്. ആ ടൈമിൽ ഇയാളാണെങ്കിൽ എന്നെ പുറത്ത് വിടുന്ന കുറേ തട്ടി വിളിക്കുന്നുണ്ട്, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇയാൾ അവിടെ ഒരു സൂസൈഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കിങ്ങും സിംഗും കയറി വന്ന് ഇയാളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഉത്തരവാദി സിംഗ് ആണെന്ന് പേര് വന്നു.
വന്നു. അങ്ങനെ എല്ലാ ന്യൂസും ഇത് അറിയുകയും ചെയ്തു. സിങ്ങിനെ ട്രാൻസ്ഫർ ആക്കി വിടുകയും ചെയ്തു. എന്നിട്ട് കിങ് ക്രെഡിറ്റ് മൊത്തം ഏറ്റെടുത്ത് അവൻ ഹൈ പൊസിഷനിൽ എത്തുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സിങ് തുപ്പിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം തുപ്പാണെങ്കിൽ എനിക്കെന്തായാലും നിങ്ങൾ അത്ര മോശമായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നില്ല, നിങ്ങൾ ശരിക്കും നല്ലൊരാളാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ വന്നതെന്നും പറയുന്നുണ്ട്. ആ സമയം എന്നാലും നീ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ, പിന്നെ നീ എൻ്റെ കൂടെ വന്നത് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ പ്രേതങ്ങളെ കാണത്തില്ല എന്നുള്ള ഒറ്റ റീസൺ കൊണ്ടല്ലേ, അല്ലാണ്ട് നീ എന്നെ ശരിക്കും വിശ്വസിക്കുന്നത് കൊണ്ടൊന്നും അല്ലല്ലോ എന്ന് തിരിച്ച് സിങ് ചോദിക്കുന്നുണ്ട്. ഉപ്പപ്പോൾ അതൊക്കെ ശരിയാണ്, പക്ഷേ അത് മാത്രമല്ല നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്ക് നേരിട്ട് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വന്നത്. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കല്ലേ, എനിക്കാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചല്ലേ, കുറ്റബോധം തോന്നിപ്പോവാണ്, സത്യമായിട്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാണ്. സിങ് അപ്പോഴും ഒരുമാതിരി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര പ്ലീസ് പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതുവരെയായിട്ട് തൻ്റെ ജീവിതത്തിൽ തന്നെ നോക്കി വളർത്തിയ ഒരു സന്യാസിയുടെ അടുത്തല്ലാതെ മറ്റാരും താൻ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ സിങ് ആണെങ്കിൽ നീ എന്നെ ആ ഒരു സന്യാസിയായിട്ട് കമ്പയർ ചെയ്യുവാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുമായിട്ടാണ് നിങ്ങളെ കമ്പയർ ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ ആ ഒരു സന്യാസിക്ക് ശേഷം പിന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും എന്നെ ഇവിടെ നിർത്തിക്കോ, ഞാൻ എത്ര കാലം ഇവിടെ നിൽക്കാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ക്ലോസ് ആയി പോകുന്നുണ്ട്. രണ്ടുപേരും ഐ കോൺടാക്റ്റ് ഒക്കെ വെച്ചിട്ട് അവർക്കിടയിൽ കിസ് ചെയ്യാനുള്ളൊരു മൊമെൻ്റ് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ആ ടൈമിലാണ് സിങ്ങിനൊരു കോൾ വരുന്നത്. അങ്ങനെ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ആ ഒരു 7 ബോഡീസ് കണ്ടുപിടിച്ച ആ ഒരു ക്രൈം സീൻ, അതായത് ആ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഷോപ്പിംഗ് മാൾ അവിടെ കാണിക്കുമ്പോഴത്തേക്കും ആ ക്രൈം സീൻ എക്സ്പ്ലോർ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് 4 പിള്ളേർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഫോണിൽ ഇപ്പോൾ ലൈവൊക്കെ പോയിട്ട് ഗൈസ് ഞങ്ങളിപ്പോൾ ഇവിടെയാണുള്ളത്, ഞങ്ങളിന്ന് പ്രേതത്തിനെ വിളിച്ച് വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ധൈര്യത്തിലൊക്കെ വന്ന് കയറുന്നുണ്ട്. പ്രേതത്തിനെ വിളിച്ച് വരുത്താനുള്ള സകലമായ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. അതായത് ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണെന്നും, എന്നാൽ അതിനിങ്ങനെ തലകുത്തി മണ്ണിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രേതത്തിനെ വിളിക്കാനാണെന്നും താൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിലൊരു പയ്യൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. പ്രേതത്തിനെ വിളിക്കാനായിട്ട് ആ ഒരു ബോഡിയൊക്കെ തൂക്കിയിടുന്ന ആ ഒരു മരത്തിൽ പോയി ചവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയൊക്കെ ചവിട്ടുന്നുണ്ട്. അതേസമയം സിങ്ങിനെയും തുപ്പിനെയും കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് പിള്ളേർ ഇങ്ങോട്ടേക്ക് ട്രസ് പാസ് ചെയ്ത് കയറിയിടുന്ന ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോളായിരുന്നു നേരത്തെ വന്നതും. അങ്ങനെ ഇവർ നേരെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് വെച്ചിട്ട് ഇവരുടെ ടയറിനൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്, അതായത് എയർ കുറയുന്നുണ്ട്. അങ്ങനെ അത് ശരിയാക്കാനായിട്ട് ഒരു പെട്രോൾ പമ്പിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ സിങ് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിന് തുപ്പും ഇറങ്ങാനായി നോക്കുന്നുണ്ട്. എന്നാൽ ഡോർ ലോക്കായി പോകുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും തുറക്കാനേ പറ്റുന്നില്ല. സിങ്ങിനെ വിളിക്കുന്നുണ്ട്, അത് സിങ് കേൾക്കുന്നില്ല. ഇതേസമയം അവൻ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വിൻഡോയുടെ പുറത്തായിട്ട് ഒരു പ്രേതം വന്ന് നിൽക്കുന്ന അവൻ കാണുന്നുണ്ട്. അവൻ വല്ലാണ്ട് പേടിച്ച് പോകുന്നുണ്ട്. ആ സമയം തന്നെ സിങ് കാറിൻ്റെ അകത്ത് വന്ന് കയറി ഇരുന്നിട്ട് എന്തുപറ്റി വീണ്ടും എന്തെങ്കിലും കണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ താൻ കണ്ടായിരുന്നു ഈ ഒരു പ്രേതത്തിനെ, താൻ ആദ്യം കണ്ടത് നിങ്ങളുടെ ഓഫീസിൽ വെച്ചാണ്, അത് നമ്മൾ ഇവിടെ വരെ ഫോളോ ചെയ്ത് വന്നെങ്കിൽ എന്തെങ്കിലും വാണിംഗ് തരാനായിട്ട് വന്നതാണെങ്കിലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സിങ് ആണെങ്കിൽ നിന്നെ ഇങ്ങനെ പേടിപ്പിച്ച ആ ഒരു പ്രേതം വാണിംഗ് തരാനായിട്ട് വന്നതാണെന്ന് തോന്നുന്നില്ല, എന്തായാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇതേസമയം ആ ഒരു പിള്ളേരാണെങ്കിൽ പ്രേതങ്ങളെ വിളിച്ചു ചേർത്ത് ഓരോരോ പരിപാടി കാണിച്ചായിരുന്നു. പ്രേതം വരുന്നുണ്ട്, അതിനെ കാണുമ്പോൾ തന്നെ ഇതുങ്ങൾ പേടിക്കുന്നുണ്ട്. അതേസമയം തന്നെ കറക്റ്റ് തുപ്പും സിങ്ങും മറ്റ് പോലീസുകാരും വരുന്നുണ്ട്. ഈ പിള്ളേരെ പിടിച്ച് ചേർത്തിട്ട് എന്തിനാണ് ഇങ്ങോട്ടേ ട്രസ് പാസ് ചെയ്ത് കയറിയത്, നിങ്ങളുടെ ID കാണിക്കാനൊക്കെ ഇങ്ങനെ സിങ്ങൊക്കെ പറയുന്നുണ്ട്. അതേസമയം തുപ്പാണെങ്കിൽ ആ ഒരു മരം അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അവിടെയും ആ ഒരു പൂജ ചെയ്ത സംഭവങ്ങളൊക്കെ ഉള്ളത് നമ്മൾ അന്നേ കണ്ടതാണ്. അപ്പോൾ അവൻ അവിടെ ഇങ്ങനെ ചെറുത് കുഴിച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്നും ഒരു പൊതി പോലെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ വിക്ടിമിൻ്റെ വീട്ടിൽ നിന്നൊക്കെ കിട്ടിയതുപോലെ തന്നെ ഒരു പ്രതിമയുടെ തലയും പിന്നെ അതിൻ്റെ ബാക്കി ഭാഗവും ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അതിങ്ങനെ അവൻ നോക്കുന്ന സമയത്ത് തന്നെ അവനാണെങ്കിൽ ഒരു പ്രേതം അവൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ പ്രേതത്തിനായിരുന്നു ആ ഒരു വിക്ടിം തീയുടെ വീട്ടിൽ വെച്ച് കണ്ട് അവൻ വല്ലാണ്ട് പേടിച്ച് പോയത്, അതും ആ ഒരു സ്ത്രീയുടെ പ്രേതം. അത് കാണുമ്പോഴത്തേക്കും ഇപ്പോഴും അവൻ വല്ലാണ്ട് പേടിച്ച് പോകുന്നുണ്ട്. ആ സമയം കറക്റ്റ് സിംഗാൻ്റെ അടുത്തേക്ക് നിന്നിട്ട് ഒന്നുമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹഗ് ചെയ്ത് സമാധാനിപ്പിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ബൈ.